പ്രിയപ്പെട്ടവരെ, ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഷാജി കരക്കാട്. ഈ കാലഘട്ടത്തിൽ വർഗീയ രാഷ്ട്രീയ കാലഘട്ടത്തിൽ, അതുപോലെ തന്നെ ഈ കൊല, പെൺവാണിഭം, ഈ അങ്ങനത്തെ ന്യൂസുകൾ വരുന്ന ഈ കാലഘട്ടത്തിൽ വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. നമ്മുടെ സവാദിന് ഒരു സാധനം കളഞ്ഞു കിട്ടി. ഇന്നലെ കളഞ്ഞിട്ട് ഇത് ചെറിയ സാധനമല്ല കേട്ടോ. ഈ ബാഗ് ചെറിയ മൂല്യമുള്ളതല്ല. ഏകദേശം 10 ലക്ഷം വില മതിക്കുന്ന സ്വർണം, പൈസ, അങ്ങനെ നിരവധി സാധനങ്ങൾ അടങ്ങിയ ഒരു സാധനം നമ്മുടെ പട്ടാമ്പി ഓങ്ങല്ലൂർ മുത്താണിപ്പുള്ള നമ്മുടെ സവാദിന് ഇത് പട്ടാമ്പി വെച്ച് കിട്ടുകയും അപ്പോൾ അതിൻ്റെ ഉടമസ്ഥനക്ക് ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സ്റ്റേഷനിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ഇതിലപ്പുറം വേറെ സന്തോഷം നൽകുന്ന എന്ത് വാർത്തയുള്ളത്? ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണിത്. അപ്പോൾ ഇന്നലെ എപ്പോഴാണ് കിട്ടിയത്? ഇന്നലെ രാവിലെ ഒരു 8 മണിക്ക് ശേഷം ഒരു 8:10, 8:15 ആയിട്ടുണ്ടാവും. ഏകദേശം ഞാൻ പട്ടാമ്പിയിലേക്ക് ഇവിടെ ഞാൻ കച്ചവട ആവശ്യത്തിനായിട്ട് പാസ് ചെയ്യായിരുന്നു. പാസ് ചെയ്യുന്ന സമയത്ത് ഞാനൊരു ബാഗ് വീണിട്ട് അതിലൊരു വെള്ളം ബോട്ടിൽ പൊട്ടുന്ന സൗണ്ട് കേട്ടപ്പോൾ തിരിഞ്ഞു നോക്കി. അപ്പോൾ ബൈക്കേരൻ പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. ബൈക്കേറിൻ്റെ എന്ന് വെച്ചിട്ടാണ് ഞാനത് എടുത്തു കൊടുക്കാൻ വേണ്ടി അടുത്ത വണ്ടി കയറണ്ടെന്ന് വെച്ച് എടുത്തു നോക്കിയാണ്. പക്ഷെ ബൈക്കേറിൻ്റെ അല്ല, ബൈക്കേരൻ പോയി. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ബാഗ് അപ്പുറത്ത് ഏൽപ്പിക്കാന്ന് വെച്ച് ഇതിൽ ഏൽപ്പിക്കുകയാണെങ്കിലും ഇതിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് അപ്പുറത്ത് ഞാൻ വണ്ടി നിർത്തി ഒന്ന് നോക്കി തുറന്നു നോക്കിയപ്പോൾ അങ്ങനെ ഈ ഗോൾഡും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ പെട്ടെന്ന് വേറെ ആരേക്ക് ഏൽപ്പിക്കാനുള്ളൊരു ഇത് തോന്നിയില്ല. ഞാൻ തന്നെ നേരിട്ട് സ്റ്റേഷനിൽ ഏൽപ്പിക്കാനാണ്. വളരെ നല്ല തീരുമാനമായി ആ സവാദ് അങ്ങനെ ചെയ്തത്. കാരണം ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ അത് ഏൽപ്പിക്കാൻ വേണ്ടി വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അവിടെ പോകാൻ നിൽക്കുകയാണ്. ഏകദേശം ഒരു 10 പവനിന് മുകളിൽ സ്വർണ്ണം തന്നെ ഉണ്ടാവും. മാലിന് 5 പവൻ ഉണ്ടാവും. മാല ഇപ്പൊ ഒരു ഉടമസ്ഥരെ വിളിച്ചപ്പോ 5 പവന്റെ മാല ഉണ്ടാവുന്ന പറഞ്ഞു. പിന്നെ വള, ചെയിൻ, അത്യാവശ്യം കനമുള്ള 2 വളയുണ്ട്. ആദ്യം അത് തിരിച്ചു നൽകാൻ കാണിച്ച ആ ഒരു മനസ്സ്, ഇത്രയും മനസ്സുകൾ നമ്മൾ കാണാതെ പോരുത്. കാരണം ഈ കാലഘട്ടത്തിലും ഇങ്ങനെ മനസ്സുള്ള ആളുകളുണ്ട്. അത് ഞങ്ങളുടെ ഓങ്ങല്ലൂർ പട്ടാമ്പിയുടെ ഒരു പ്രത്യേകത കേട്ടോ. ഇതിൻ്റെ മുന്നേയും ഒരു ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് കളഞ്ഞിട്ടിട്ട് സ്റ്റേഷനിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം നന്മകളാണ് നമ്മൾ ഈ ലോകത്ത് പ്രചരിപ്പിക്കേണ്ടതും നമ്മൾ കാണാതെ പോകാൻ പാടില്ലാത്തൊരു സംഭവമാണിത്. അപ്പോൾ എല്ലാവർക്കും സന്തോഷമുണ്ട്. അപ്പോൾ ഈ ബാഗ് ഇന്ന് ആ ഉടമസ്ഥനെ ഏൽപ്പിക്കും. ഇതിൻ്റെ ഉടമസ്ഥ എവിടെയാണ്? ഇതിൻ്റെ ഉടമസ്ഥൻ ശരിക്കുള്ള ഉടമസ്ഥ ചെന്നൈയിലാണ്. അവരുടെ ചേച്ചിയുടെ മോളുടെ കല്യാണത്തിന് അതിനാവശ്യത്തിന് വന്നതാണ്. നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ നന്മ തമിഴ്നാട് അറിയാൻ പോകണല്ലോ അല്ലേ? ഇതില് വേറൊരു കാര്യം കൂടി, ഇപ്പൊ ഇന്നലെ വാട്സപ്പിൽ കൂടെ ഇത് പ്രചരിച്ചിരുന്നു. ഇതിന്റെ നമ്പറും കാര്യങ്ങളും ഇങ്ങനെ ഒരു ബാഗ് കളഞ്ഞു പോയിട്ടുണ്ട്. സവാദ് എന്റെ അടുത്ത് വരുന്ന രാത്രി വന്ന് ഇങ്ങനെ കാര്യം പറഞ്ഞേക്കാൻ എന്റെ ഇത് ഞാൻ കണ്ടിരുന്നു. പല വാട്സപ്പിൽ കണ്ടിരുന്നു. ഞാൻ ആ വാട്സപ്പ് മെസ്സേജ് കാണിച്ചു കൊടുത്തു. അപ്പോൾ സവാദ് അറിയണ ഇങ്ങനെ സംഭവം ഉണ്ട്. അതായത് ഇങ്ങനെ അവരെ നമ്പറൊക്കെ ഉണ്ട്. അങ്ങനെ സവാദിനെ കൈമാറി. സവാദ് പറഞ്ഞു രാവിലെ വിളിച്ചാൽ മതി. ഞാൻ തന്നെ വിളിച്ചത്. ഞാൻ രാവിലെ എന്നുള്ളത് അവരുടെ പോയ ആൾക്കാരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്നുള്ളൊരു ഇത് കണക്കിലാക്കിയിട്ട് ഇന്നലെ രാത്രി തന്നെ ഞാൻ അവർക്ക് അടിച്ചിരുന്നു. ജീവിതകാലം അപ്പൊ അവര് പ്രഷർ, അവരുടെ ജീവിതത്തിന്റെ സമ്പാദ്യം മുഴുവൻ ഇതിലുണ്ട്, ഈ ഒരു ബാഗിലുണ്ട്. അവര് നഷ്ടപ്പെട്ടതിന്റെ ടെൻഷനിൽ പ്രഷർ ഇത് കൂടിയിട്ട് അവര് മരുന്ന് കഴിച്ച് കടന്നു. അതുകൊണ്ട് ഉറങ്ങിപ്പോയി. രാവിലെയാണ് കോള് കണ്ടപ്പോഴാണ് തിരിച്ചു വിളിച്ചത്. അപ്പൊ തിരിച്ചു പ്രഷറാകായിരിക്കും. 80,000 റുപ്യാണ് ഒരു പവന് ഇപ്പൊ സ്വർണത്തിന്റെ വില. ആ സമയത്ത് 10 പവൻ സ്വർണ്ണം എന്ന് പറഞ്ഞാൽ 8 ലക്ഷം റുപ്യ. പിന്നെ പൈസയും മറ്റുള്ള മൂല്യങ്ങളൊക്കെ ആയിട്ട് അവരുടെ രേഖകളും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തായാലും ഒരു 10 ലക്ഷത്തിന്റെ അടുത്ത് മൂല്യമുള്ള ഒരു ബാഗാണ് ഈ ചെറിയ ബാഗല്ല. അപ്പോൾ ഇത് എല്ലാവരും ഷെയർ ചെയ്യുക. ഇത്തരം നന്മകൾ നമ്മൾ നാട്ടിൽ പ്രചരിക്കട്ടെ. ഓക്കെ, താങ്ക് യു, ബൈ. ബാഗുമായിട്ട് പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലേക്ക് സവാദ് യാത്ര പുറപ്പെടുകയാണ്. സവാദ് ഒരു സാധാരണക്കാരനാട്ടോ. സാധാരണക്കാരനായ ഒരു സ്ക്രാപ്പ് കച്ചവടക്കാരനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ പൈസ ഉപകരിക്കും. എന്നിരുന്നാലും മറ്റുള്ളവൻ്റെ ഒരു മുതൽ നമുക്ക് വേണ്ട എന്നുള്ള ഒരു നിയത്തോടു കൂടി തിരിച്ചു കൊടുക്കാൻ കാണിച്ച ഒരു മനസ്സ്, ഇതൊരു ചെറിയ സംഭവമല്ല കേട്ടോ. ഒരു സാധാരണ കുടുംബത്തിലെ ആളുകൾക്ക് ഈ 10 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ജീവിതകാലം സമ്പാദിച്ച സമ്പാദ്യം ഒരു ബാഗ് അത് മുഴുവൻ നഷ്ടപ്പെടുക. അത് ചിലപ്പോൾ നഷ്ടപ്പെട്ട അവരുടെ ചിലപ്പോൾ ആത്മഹത്യയിലേക്ക് വരെ പോകും. ആ ഒരു കുടുംബത്തെയാണ് സവാദ് രക്ഷിച്ചിരിക്കുന്നത് കേട്ടോ. സവാദ് ആ തിരിച്ചു കൊടുക്കാൻ കാണിച്ച ആ ഒരു മനസ്സിൻ്റെ നന്മ നമ്മൾ കാണാതെ പോകരുത്. സവാദിന് പറ്റുന്ന നമ്മുടെ പട്ടാമ്പി മേഖലയിൽ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും അതിലൊരു ആദരവ് നമ്മൾ നൽകേണ്ടതായിട്ടുണ്ട്. എല്ലാവരിലേക്കും സവാദിൻ്റെ നന്മ എല്ലാവരിലേക്കും എത്തിക്കുക. ഓക്കെ, താങ്ക് യു.